മിസ് ഒരു 2 ടേം പറഞ്ഞുതരാം. ആ 2 ടേം ആദ്യം മക്കളൊന്ന് ശ്രദ്ധിക്കുക. ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഗസ്റ്റ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ, അതായത് വിരുന്നുകാർ വരിക, പുറത്തുള്ള ഒരാളുകൾ നമ്മളെ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അവിടെ എല്ലാ ആളുകളും നമ്മളാണ്. നമ്മൾ ഹോസ്റ്റ് എന്ന് പറയും. അതുപോലെ പുറത്ത് നിന്ന് വരുന്നവരെ നമ്മൾ ഗസ്റ്റ് എന്ന് പറയും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം, നോർമലി എല്ലാ പ്ലാന്റ്സും നമ്മൾ മണ്ണിലാണുള്ളത് അല്ലേ. മണ്ണിനടിയിലോട്ട് റൂട്ട് വളർന്നിട്ട് അങ്ങനെയാണ് നോർമലി നമ്മളൊക്കെ കാണുന്ന പ്ലാന്റ്സ്. അങ്ങനെയല്ലാതെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അവരെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനാദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട 2 ടേമാണ് ഹോസ്റ്റും ഗസ്റ്റും. അപ്പോൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വിരുന്നുകാർ ഗസ്റ്റ് വന്നാൽ ആ വീട്ടിലുള്ള നമ്മൾ ഹോസ്റ്റും, അതുപോലെ പുറത്ത് നിന്ന് വരുന്നവർ ഗസ്റ്റും. അതുപോലെ തന്നെ നമ്മൾ സൂം പ്ലാറ്റ്ഫോമിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോസ്റ്റിനെ അല്ലേ. അതായത് ആ ലിങ്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ക്ലാസ് റൂം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഹോസ്റ്റാണ്. അപ്പോൾ ഹോസ്റ്റ് എന്ന് പറയുന്നത് നോർമലി അവിടെ എല്ലാ അവരിലേക്ക് പിന്നീട് വരുന്നവരാണ് ഗസ്റ്റ്. പിന്നെ ആ ലിങ്കിലോട്ട് എൻ്റർ ചെയ്യുന്നതാണ് മിസ്സിൻ്റെ മക്കൾ. അപ്പോൾ മിസ്സിൻ്റെ മക്കൾ അവിടെ ഗസ്റ്റും, ആരാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തത് മിസ്സാണ്. അപ്പോൾ മിസ്സ് അവിടെ ഹോസ്റ്റും, മക്കൾ ഗസ്റ്റും. അപ്പോൾ ഹോസ്റ്റും ഗസ്റ്റും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. എപ്പിഫൈറ്റ്. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനൊരു എക്സാമ്പിളാണ് നമ്മളെ വാൻഡ. നോർമലി നമ്മൾ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ മണ്ണിലാണ് അല്ലേ. അപ്പോൾ മണ്ണിലല്ലാതെ വേറൊരു പ്ലാന്റിൻ്റെ ഹെൽപ്പോട് കൂടി ജീവിക്കുന്ന കുറച്ച് ആളുകളെയാണ് നമ്മളിവിടെ പറയുന്നത്. എപ്പിഫൈറ്റ്, പാരാസൈറ്റ്, ഇതൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, മക്കൾ ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പിഫൈറ്റ് എന്താണെന്ന് നോക്കാം. ദ പ്ലാന്റ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്റേറ്റ്, സച്ച് പ്ലാന്റ്സ് കോൾഡ് എപ്പിഫൈറ്റ്. ദ തിക്ക് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. എക്സാമ്പിൾ ഓർക്കിഡ്. ദ സ്മോൾ റൂട്ട്സ് ഹെൽപ്പ് ദ എപ്പിഫൈറ്റ് ടു ഗ്രോ ബൈ ക്ലിങ്ങിങ് ഓൺ ദ ട്രീ. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക. വാൻഡ നിങ്ങൾക്ക് കാണാം അല്ലേ. ഇവിടെ എന്താണ്, വേറൊരു മരത്തിലാണ് നമ്മളെ വാൻഡ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ്. നമ്മൾ എപ്പിഫൈറ്റിൻ്റെ എക്സാമ്പിളാണ് വാൻഡ. വാൻഡ എന്ന് പറഞ്ഞാൽ മരവായ. അപ്പോൾ ഇത് വേറൊരു പ്ലാന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന പ്ലാന്റിനെ നമ്മൾ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയും. അപ്പോൾ ഏത് മരത്തിലാണോ നമ്മളെ വാൻഡ നിൽക്കുന്നത് അതിന് നമ്മൾ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞു. പിന്നെ ഗസ്റ്റായിട്ട് വന്നതാണ് നമ്മളെ വാൻഡ. അപ്പോൾ ഈ വാൻഡയ്ക്ക് നോർമലി നമ്മളെ മണ്ണിൽ വളരാൻ കഴിയില്ല. വേറൊരു പ്ലാന്റിൻ്റെ മുകളിൽ മാത്രമേ നമ്മളെ വാൻഡ വളരുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്. നമ്മളെ വാൻഡയ്ക്ക് കുഞ്ഞു കുഞ്ഞു വേരുകളാണ് ഉള്ളത്. ഈ വാൻഡ എന്ത് ചെയ്യും, അത് ഏത് മരത്തിലാണോ, അതായത് അതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റിൽ അത് പറ്റി പിടിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ദ പ്ലാന്റ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ് ഓൺലി ഫോർ ഹാബിറ്റേറ്റ്. അവർക്ക് വസിക്കാൻ മാത്രമാണ്. അവർക്ക് എന്തില്ല, അവർ സ്വയം ഫുഡൊക്കെ കുക്ക് ചെയ്യും. അവർക്ക് താമസിക്കാൻ മാത്രമാണ് വേറൊരു പ്ലാന്റിൻ്റെ ഹെൽപ്പ് വേണ്ടത്. വളരാൻ മാത്രം അവർ വേറൊരു പ്ലാന്റിൻ്റെ ഹെൽപ്പ് വാങ്ങും. അങ്ങനെയുള്ള പ്ലാന്റ്സിനെ നമ്മൾ എപ്പിഫൈറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മളെ വാൻഡ ഒരു എക്സാമ്പിൾ, അതുപോലെ വേറൊരു എക്സാമ്പിളാണ് നമ്മളെ ഓർക്കിഡ്. നമ്മളെ വാൻഡയ്ക്ക് തിക്ക് റൂട്ടാണ്. തിക്ക് റൂട്ട് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈ തിക്കായിട്ടുള്ള ഈ കട്ടി കൂടിയ വേരുകൾ എന്ത് ചെയ്യും, നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്തിട്ടാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു സംഭവമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർ ഹാബിറ്റേറ്റ്. നമ്മളെ വാൻഡ ഹാബിറ്റേറ്റ് വസിക്കാൻ വേണ്ടിയിട്ട്, അതിന് വാസസ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് വേറൊരു ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ഹെൽപ്പ് വാങ്ങുന്നത്. അപ്പോൾ എപ്പിഫൈറ്റിൻ്റെ എക്സാമ്പിൾ വാൻഡ, ഓർക്കിഡ്, ഇത് രണ്ടും എപ്പിഫൈറ്റിൻ്റെ എക്സാമ്പിളാണ്. അവരെന്തിനു വേണ്ടിയിട്ട്, ഫോർ ഷെൽട്ടർ, അവർക്ക് വസിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ഹെൽപ്പ് വാങ്ങുക. അവർ സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യും. അന്തരീക്ഷത്തിൽ നിന്ന്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ, ഈർപ്പം വലിച്ചെടുത്തിട്ട് സ്വയം ഫുഡ് കുക്ക് ചെയ്യുന്നവരാണ് ഇവർ. ഇനി നമ്മളെ സെമി പാരാസൈറ്റ്. എന്താണ് സെമി പാരാസൈറ്റിൻ്റെ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. പ്ലാന്റ്സ് മേക്ക് ദെയർ ഓൺ ഫുഡ് ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ഓർ കോൾഡ് സെമി പാരാസൈറ്റ്. എക്സാമ്പിൾ ലൊറാന്തസ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സെമി പാരാസൈറ്റിൻ്റെ എക്സാമ്പിളാണ് നമ്മളെ ലൊറാന്തസ്. നമ്മൾ എപ്പിഫൈറ്റിന് വാൻഡ, ഓർക്കിഡൊക്കെ എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ സെമി പാരാസൈറ്റിൻ്റെ എക്സാമ്പിളാണ് ലൊറാന്തസ്. ലൊറാന്തസ് എന്ന് പറഞ്ഞാൽ ഇത്തിൽ കണ്ണി എന്ന് പറയും. നമ്മുടെ വീടുകളിലൊക്കെ മാവിലാണ് നോർമലി നമ്മൾ ഇയാളെ കാണാറ്, ലൊറാന്തസിനെ. ഇപ്പോൾ ഈ ലൊറാന്തസ് എന്താണ്, ഏതൊരു പ്ലാന്റിൽ, അപ്പോൾ നമ്മൾ മാംഗോ ട്രീയിലാണ് നമ്മൾ ലൊറാന്തസ് നിൽക്കുന്നത്. ലൊറാന്തസ് എന്ത് ചെയ്യും, ആ മാംഗോ ട്രീയിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടറും മിനറൽസും നമ്മളെ
ലൊറാന്തസ് അബ്സോർബ് ചെയ്യും, എന്നിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അപ്പോൾ നമുക്ക് ഫുഡ് വേണം. അതുപോലെ നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, ആ ഗസ്റ്റിന് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കാതെ അവർ എന്ത് പറയുക, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കോളാം, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മളെ സാധനം അവർക്ക് കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ നമുക്ക് വേണ്ട ആ സാധനം കുറച്ചെടുത്തിട്ട് അവർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ മക്കളെ ഇവിടെ സംഭവിക്കുക? നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ല അല്ലേ? നോർമലി നമ്മൾ ഫുഡ് ഇല്ലാതെ നമ്മളിങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളെ മാംഗോ ട്രീയിലും, നമ്മളെ മാംഗോ ട്രീ ഫുഡ് ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള വാട്ടറും മിനറൽസും നമ്മളെ ലൊറാന്തസ് അബ്സോർബ് ചെയ്യും, എന്നിട്ട് ലൊറാന്തസ് സ്വയം ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മാംഗോ ട്രീക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് അവിടെ ഇല്ല അല്ലേ? ആ വാട്ടറും മിനറൽസും ആണ് ആൾ എടുക്കുന്നത്. അപ്പോൾ ക്രമേണ എന്ത് ചെയ്യും? നമ്മളെ മാംഗോ ട്രീ ഉണങ്ങിപ്പോവും, അപ്പോൾ ഇല്ലാതായി തീരും. ഫുഡില്ലാതെ ആൾക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ലൊറാന്തസ് അതിൽ നിന്ന് എടുക്കുമ്പോൾ അത് ഇല്ലാതായി പോവും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സെമി പാരാസൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് പ്ലാന്റ്സ് എന്ത് ചെയ്യാണ്? സെമി പാരാസൈറ്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ലൊറാന്തസ് ആണ്. ലൊറാന്തസ് വാട്ടറും മിനറൽസും ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് അബ്സോർബ് ചെയ്യും, എന്നിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മൾ ആ ഒരു പ്ലാന്റിനെ അത് ഹാംഫുള്ളായിട്ട്, ദോഷകരമായിട്ട് എഫക്റ്റ് ചെയ്യും. ആ ഒരു കാര്യം കൂടെ മക്കളോട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ടോട്ടൽ പാരാസൈറ്റ്. സെമി പാരാസൈറ്റ് എന്താണ്? വാട്ടറും മിനറൽസും മാത്രം അബ്സോർബ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്തു. പക്ഷേ നമ്മുടെ ടോട്ടൽ പാരാസൈറ്റിന് എക്സാമ്പിളാണ് കസ്ക്യൂട്ട. കസ്ക്യൂട്ട എന്ന് പറഞ്ഞാൽ മൂടില്ലാത്ത ആൾ കുഴി മടിയനാ. ആൾ എന്ത് ചെയ്യില്ല? ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യില്ല. ഏത് ഹോസ്റ്റ് പ്ലാന്റ്, ഏതൊരു മരത്തിലാണോ ആളുള്ളത്, ഫുഡ് ഡയറക്റ്റായിട്ട് അതിൽ നിന്ന് എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ മരം ഫുള്ളായിട്ട് ഉണങ്ങും അല്ലേ? അതായത് ഇപ്പോൾ നമ്മളെ ഫുഡ് വേറൊരാൾ വന്നിട്ട് ഫുള്ളായിട്ട് എടുത്തു പോയാൽ നമുക്ക് ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്? നമ്മൾ ഫുഡില്ലാതെ ഡെഡായി പോവും. അതുപോലെ തന്നെ ഏതൊരു മരത്തിലാണോ, ഏതൊരു ഹോസ്റ്റ് പ്ലാന്റിലാണോ നമ്മൾ കസ്ക്യൂട്ട് നിൽക്കുന്നത്, അതിൽ നിന്ന് ഫുള്ളായിട്ട് ഫുഡ് എടുക്കും. അപ്പോൾ അതോട് കൂടിയിട്ട് അത് എന്ത് ചെയ്യും? ഇല്ലാതായി മാറും. പ്ലാന്റ്സ് വിച്ച് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ആർ കോൾഡ് ടോട്ടൽ പാരാസൈറ്റ്. ഏതൊരു ഹോസ്റ്റ് പ്ലാന്റിലാണോ ഉള്ളത്, അതിൽ നിന്ന് അതിൻ്റെ ഫുൾ ന്യൂട്രിയൻസും നമ്മളെ കസ്ക്യൂട്ട അബ്സോർബ് ചെയ്യും. കസ്ക്യൂട്ട എക്സാമ്പിളാണ് ടോട്ടൽ പാരാസൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അബ്സോർബ് ചെയ്യുന്നതിനെയാണ് അപ്പോൾ ടോട്ടൽ പാരാസൈറ്റ്, സെമി പാരാസൈറ്റ്, എപ്പിഫൈറ്റ്. ഈ മൂന്നെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം മൂന്നിൻ്റെ എക്സാമ്പിൾ പഠിക്കുക. വാൻഡ ഫോർ ഷെൽട്ടർ. എപ്പിഫൈറ്റ് എന്താണ്? ഫോർ ഷെൽട്ടർ, അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ഹെൽപ്പ് വാങ്ങുന്നത്. സെമി പാരാസൈറ്റ് എന്ത് ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ മിനറൽസ് അബ്സോർബ് ചെയ്തിട്ട് സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യും. പക്ഷേ നമ്മൾ ടോട്ടൽ പാരാസൈറ്റിന് എക്സാമ്പിളായിട്ടുള്ള കസ്ക്യൂട്ട് എന്താ ചെയ്യുക? അതിൽ നിന്ന് ന്യൂട്രിയൻസ്, അതായത് അവരെ ഫുഡ് മൊത്തമായിട്ട് എടുക്കും, എന്നിട്ട് അത് ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ എപ്പിഫൈറ്റ് പ്ലാന്റിനെ ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യണില്ല, ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല. ടോട്ടൽ പാരാസൈറ്റും സെമി പാരാസൈറ്റും ദോഷകരമായിട്ട് ആ പ്ലാന്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി മിസ് ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് ക്ലിയർ ആവും കേട്ടോ.